ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ISRO പ്രഥമ സൌരദൌത്യം ആദിത്യ L1 ലക്ഷ്യത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ സൌദി അറേബ്യയിലെത്തും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കറും ഹർദീപ് സിംഗ് പുരിയും കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ. അണ്ടർ 19 ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പ്രഥമ സൂര്യപഠന പേടകം ആദിത്യ L1 ലക്ഷ്യത്തിൽ. വൈകിട്ട് 4:00-ഓടെയാണ് പേടകം ലഗ്രാഞ്ച് 1 പോയിന്റിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ദൌത്യം വിജയകരമാക്കിയ ശാസ്ത്രജ്ഞരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ആദിത്യ L1 ദൌത്യവിജയം മാനവരാശിക്കാകെ മുതൽക്കൂട്ടാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൌരയൂഥ പഠനത്തിൽ ഇത് സുപ്രധാന നാഴികക്കല്ലാണെന്നും ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുന്നതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. ദൌത്യത്തിലെ സ്ത്രീ പ്രാതിനിധ്യം പ്രത്യേകം പരാമർശിക്കേണ്ടതാണെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. 1.5 ദശലക്ഷം കിലോമീറ്ററോളം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് കമാൻഡ് സെന്ററിൽ നിന്ന് മോട്ടോർ ത്രസ്റ്റർ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ISRO പേടകം ഉയർത്തിയത്. 440 ന്യൂട്ടൺ ലിക്വിഡ് അപ്പോജി മോട്ടറും 8 22 ന്യൂട്ടൺ ത്രസ്റ്ററുകളും 4 10 ന്യൂട്ടൺ ത്രസ്റ്ററുകളും അടങ്ങുന്ന പ്രൊപ്പൽഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് പേടകത്തെ ലക്ഷ്യത്തിലെത്തിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ദൌത്യം വിജയിച്ചതോടെ 1-ാം ലഗ്രാഞ്ച് പോയിന്റിൽ സാന്നിധ്യമറിയിക്കുന്ന 4-ാമത്തെ ബഹിരാകാശ ഏജൻസി എന്ന അതുല്യ നേട്ടത്തിലും ISRO എത്തി. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അക്ഷീണമായ അർപ്പണ ബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ദൌത്യ വിജയം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ഇന്ത്യ ശാസ്ത്രത്തിന്റെ പുതിയ അതിർത്തികൾ താണ്ടുമെന്നും ഭാവിയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ പുരോഗതി കൈവരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ISRO ശാസ്ത്രജ്ഞരെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും അഭിനന്ദിച്ചു. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. സമ്മേളനത്തിലെ പ്രധാന സെഷനുകളിൽ നാളെയും അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ജയിൽ പരിഷ്കരണം തുടങ്ങി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ സൌദി അറേബ്യയിലെത്തും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഒപ്പമുണ്ടാകും. 2024-ലെ ഉഭയകക്ഷി ഹജ്ജ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രതിനിധി സംഘത്തെ കേന്ദ്രമന്ത്രി നയിക്കും. സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയുമായി മന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ വ്യവസായ സമൂഹവുമായും ഇന്ത്യൻ ജനതയുമായും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച ജിദ്ദയിൽ സൌദി ഹജ്ജ് ഉംറ കാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഹജ്ജ് ഉംറ കോൺഫറൻസിന്റെ 3-ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീമതി സ്മൃതി ഇറാനി പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കേരളത്തിലെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കറും ഹർദീപ് സിംഗ് പുരിയും പങ്കെടുത്തു. തിരുവനന്തപുരം കവടിയാറിലാണ് ശ്രീ ജയശങ്കർ പങ്കെടുത്തത്. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി പങ്കെടുത്തത്. നാളെ മങ്കര പഞ്ചായത്തിൽ പര്യടനം നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. നമ്മെ നാം തിരിച്ചറിയുന്നതാണ് വികസിത ഭാരതത്തിന്റെ മുഖ്യഭാഗമെന്ന് കേന്ദ്രമന്ത്രി S ജയശങ്കർ. തിരുവനന്തപുരത്ത് P പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പരിപാടിയിൽ പങ്കെടുത്തു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത കയറ്റുമതി 60 ലക്ഷം കോടി കടന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ 77ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത ഗുണനിലവാരം ഇന്ത്യയുടെ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിക്കും. രാജ്യത്തെ 340 ജില്ലകളിൽ ഹാൾമാർക്കിംഗ് സംവിധാനങ്ങളുണ്ടെന്നും 4.5 ലക്ഷത്തോളം സാധന സാമഗ്രികൾ ദിനംപ്രതി ഹാൾമാർക്ക് ചെയ്യപ്പെടുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനായി നിലവിലുള്ള നിയമഭരണ ചട്ടക്കൂടിൽ വരുത്തേണ്ട ഉചിതമായ മാറ്റങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ക്ഷണിച്ച് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഉന്നതതല സമിതി ഈ മാസം 15-നകം ലഭിക്കുന്ന നിർദ്ദേശങ്ങളാകും പരിഗണിക്കുക. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സമിതിക്ക് രൂപം നൽകിയത്. 2024 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് റൂൾസിന്റെ കരടിന്മേൽ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തേടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. amarendra.singh@nic.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ച് 48 മണിക്കൂറിനുള്ളിൽ പ്രസാധകൻ ഇലക്ട്രോണിക് പതിപ്പ് പ്രസ് സേവാ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് കരട് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 630 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 615 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്തും 613 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ആതിഥേയരായ കൊല്ലത്തിന് ഇതുവരെ 592 പോയിന്റാണ് നേടാനായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിൽ പങ്കെടുക്കാനായി 1 കോടിയിലധികം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഈ മാസം 29-നാണ് പരിപാടി. 4000-ലധികം പേർ പ്രധാനമന്ത്രിയുമായി സംവദിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും പരീക്ഷ സംബന്ധിച്ച ഉത്കണ്ഠകൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതിനാണ് പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ 2 ദിവസത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ രാത്രിയും പകലും മൂടൽമഞ്ഞ് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ദ്വിദിന ആഗോള നിക്ഷേപക സംഗമത്തിന് നാളെ ചെന്നൈയിൽ തുടക്കമാകും. സംഗമത്തിൽ 30 രാജ്യങ്ങൾ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ, നയരൂപീകരണ വിദഗ്ധർ, വിദ്യാഭ്യാസ വിചക്ഷണർ എന്നിവർ പരിപാടിയുടെ ഭാഗമാകും. ന്യൂഡൽഹിയിലെ ബൻസേരയിൽ പതംഗ് ഉത്സവ് അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയ്ക്ക് ഈ മാസം 13-ന് തുടക്കമാകും. ഡൽഹി വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് മേള. ഇതിന്റെ ഭാഗമായി പട്ടങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം, യുദ്ധ സാഹചര്യങ്ങളിലെ ആശയവിനിമയം തുടങ്ങിയ പ്രമേയങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രത്യേക പവലിയനും ഒരുങ്ങുന്നുണ്ട്. അണ്ടർ-19 ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇന്ത്യയുടെ മുഷീർ ഖാൻ 5 വിക്കറ്റ് സ്വന്തമാക്കി. പരമ്പരയിലെ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ഫൈനൽ. കേരളവും ഉത്തർപ്രദേശും തമ്മിൽ നടക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഉത്തർപ്രദേശ് 1ാം ഇന്നിംഗ്സിൽ 302 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം ഇന്നത്തെ കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് എന്ന നിലയിലാണ്. ആലപ്പുഴ SD കോളേജ് മൈതാനത്താണ് മത്സരം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം മാരിയോ സഗല്ലോ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് സ്വന്തമാക്കിയ ആദ്യ താരമാണ് സഗല്ലോ. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.3% വളർച്ച കൈവരിക്കുമെന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO പുറത്തിറക്കിയ ദേശീയ വരുമാനത്തിന്റെ ആദ്യ കണക്കുകൾ പ്രകാരമാണിത്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഡിസംബർ 29 വാരാന്ത്യത്തിൽ $2.76 ബില്യൺ വർദ്ധിച്ച് $623.2 ബില്യൺ എത്തിയതായി റിസർവ് ബാങ്ക്. നേരത്തെ ഫോറക്സ് കരുതൽ ശേഖരം ഡിസംബർ 22 വാരാന്ത്യത്തോടെ $4.47 ബില്യൺ ഉയർന്ന് $620.44 ബില്യൺ എത്തിയിരുന്നു. ജപ്പാൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 126 സുരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 200ഓളം പേരെ കാണാതായതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. അതേസമയം നോട്ടോ പെനിൻസുല മേഖലയിൽ ഭൂചലനം തുടരുകയാണ്. പ്രദേശത്തെ താമസക്കാരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നാളെ വോട്ടെടുപ്പ്. 12ാമത് ദേശീയ തെരഞ്ഞെടുപ്പിൽ 300 നിയമനിർമ്മാതാക്കളെയാണ് തെരഞ്ഞെടുക്കുന്നത്. സ്ത്രീകളും മതവംശീയ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ 1970 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ISRO. പ്രഥമ സൌരദൌത്യം ആദിത്യ L1 ലക്ഷ്യത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും.
പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ സൌദി അറേബ്യയിലെത്തും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കറും ഹർദീപ് സിംഗ് പുരിയും കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ. അണ്ടർ-19 ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.